മദ്രസയുടെ പ്രിൻസിപ്പാൾ ഷംനാദ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, വിശിഷ്ട അതിഥികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, 8 വർഷത്തിലുപരിയായി വളരെ ഭംഗിയോടുകൂടി നമ്മുടെ മദ്രസ ദീനീ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഈ വർഷവും നമുക്ക് മദ്രസയുടെ ഫെസ്റ്റ് നടത്തുവാനും കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും വളരെ ഭംഗിയാക്കുവാനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ്. മദ്രസയിലെ ഉസ്താദന്മാരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും മറ്റ് ഈ മദ്രസയുമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തികളുടെയും സഹോദരിമാരുടെയും ഒക്കെ വളരെ ശ്രമഫലമായ അധ്വാനം കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി ഇത്രയധികം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. വളരെ വൈകിയ വേളയിൽ ദീർഘമായി പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയിൽ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള മുനീർ മൗലവി, അതേപോലെ അദ്ദേഹത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ എല്ലാ വർഷത്തെയും പരിപാടിയിൽ നിറസാന്നിധ്യമാണ്. ദീനീ പ്രവർത്തന രംഗത്ത് കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ വ്യക്തി സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് അൽ ഹിദായ മദ്രസയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ എല്ലാ നിലയിലും ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി ഏറ്റിട്ടുള്ള അതിനർഹനായ ഷഹീദ് ലബ്ബ, അദ്ദേഹം കാലങ്ങളായി ദീനീ പ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ്. നമ്മുടെ മദ്രസയുടെ PTA പ്രസിഡന്റ് കൂടിയാണ്. നമ്മുടെ മദ്രസയിലെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആമുഖ പ്രസംഗം നടത്തുന്ന ഹാരിസ് മൗലവി, അദ്ദേഹത്തിനെയും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. എല്ലാ വർഷവും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെയും ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഞാൻ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, നീണ്ടുപോകും എന്ന കാരണത്താൽ ഇവിടെ സന്നിധിയിൽ സ്റ്റേജിലിരിക്കുന്ന അഷറഫ് കാളത്തോട്, അതേപോലെ നമ്മുടെ കോൽക്കളിക്ക് വേണ്ടി കുട്ടികളെ സജ്ജീകരിച്ച് റെഡിയാക്കിയ ഉസ്താദ്, അതേപോലെ മറ്റ് വ്യക്തികൾ, ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. അവർക്കെല്ലാവരെയും ഞാൻ മദ്രസയുടെ പേരിൽ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർക്കും, അതേപോലെ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള നമ്മളെ സഹപ്രവർത്തകരായ ഉസ്താദന്മാർ അനവധി പേരുണ്ട്. അതേപോലെ രക്ഷിതാക്കളുണ്ട്, അതേപോലെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് വല്ലാതിരിക്കുന്നത്. അൽ ഹിദായ മദ്രസയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ മുനീർ മൗലവി എന്ന് വിളിക്കുകയും ഞാൻ മുനീർ എന്ന് വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹപാഠി കൂടിയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ആമുഖം പ്രസംഗം നടത്തുന്നത് ഹാരിസ് മൗലവിയാണ്. കൂടാണ്ട് ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുഹമ്മദ് അലി, അതേപോലെ തന്നെ കൾട്ടൂണിൻ്റെ ഇസ്മായിൽ, ജലീൽ, അഷ്റഫ് കാളത്തോട്, അബ്ദുറഹ്മാൻ കുരുക്കൾ, മൈദീൻ കുഞ്ഞ് ഉസ്താദ്, ഇവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്രവുമല്ല, ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. മദർസയുടെ കാര്യങ്ങളും മറ്റ് ഇസ്ലാമിക വിഷയങ്ങളും ഇവിടെ മുനീറും അതേപോലെ തന്നെ ഹാരിസ് മൗലവിയും പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. രാവിലെ 8:30 മണി മുതൽ ഇവിടെ വന്നിട്ടുള്ള മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ ഏകദേശം 1 മണിക്കൂർ വൈകിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സമാപന സമ്മേളനത്തിലേക്ക് പോകുന്നത്. എങ്കിലും കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഒപ്പന, ടാബ്ലോ, മൈമിങ്, നാടകം, കോലുകളി, ദഫ്മുട്ട്, അതേപോലെ തന്നെ വീടുകളിൽ തന്നെ കുട്ടികളെ കൊണ്ട് പാട്ടുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കൾ, ഇവരോടൊക്കെ ഒരു നന്ദി വാക്ക് പറയാതെ പോവുക എന്ന് പറയുന്നത് ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആദ്യമായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു, ഒപ്പം പ്രാർത്ഥനയും. ശരിക്കും പറഞ്ഞാൽ കൈകൊടി കൊടുക്കേണ്ടുന്നത് അവർക്കാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ ഓരോ ദിവസവും അവർ കഷ്ടപ്പെട്ടത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്കൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് വരും വർഷങ്ങളിലും ഇതേപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ കുഞ്ഞുങ്ങളെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ വിജയിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുനീറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? മാഷാ അല്ലാഹ്. എല്ലാവരും ഒന്നും മിണ്ടായിരുന്നേ കുറച്ച് സമയം. കീപ് ക്വയറ്റ് 5 minutes. നല്ല മക്കളാണ് നിങ്ങൾ, മിണ്ടാതിരിക്കുമോ? മാഷാ അല്ലാഹ്, യു ആർ വെരി ഗുഡ് സ്റ്റുഡൻസ്. മാഷാ അല്ലാഹ്. നോക്കിയേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞ മക്കളെല്ലാവരും അടങ്ങിയിരുന്നു, നല്ല മക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയും കൂട്ടുകാരനുമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷഹീദ് സാഹിബ്, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിൻ്റെ സംഘാടകർ, വിശിഷ്ടാതിഥികൾ, അതുപോലെ 1 മാസം മുമ്പേ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് ക്ഷണം നൽകിയ ഈ അൽ ഹിദായ മദ്രസയുടെ നട്ടെല്ലായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷിഹാബ് സാഹിബ് അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
അധ്യക്ഷൻ്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്. രാവിലെ 8 മണി മുതൽ 8:30 മണി മുതൽ ഇവിടെ ഒരുമിച്ച് കൂടിയ കുടുംബങ്ങളും മക്കളുമാണ്. അതുകൊണ്ട് കൂടുതൽ നീട്ടല്ലേ എന്ന് പറഞ്ഞ ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് മദ്രസകൾ കുവൈത്തിലുണ്ട്. ഈ അൽ ഹിദായ മദ്രസയേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ള പല സംഘടനകളും നമ്മുടെ കുവൈത്തിലുണ്ട്. മാഷാ അല്ലാഹ്. ഒരു സംഘടനയും അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയോ അവരുടെ മദ്രസകളെയോ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. മാഷാ അല്ലാഹ്. അവരൊക്കെ അവരുടെ തലങ്ങളിൽ വളരെ ഉയർന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മദ്രസകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അൽ ഹിദായ മദ്രസയിൽ, കാരണം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എളിയ ദീനിൻ്റെ ദീനി സേവകനാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ എളിയൊരു ഖാദിമാണ് വിനീതൻ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അൽ ഹിദായ മദ്രസയിൽ കാണുന്നൊരു വേറിട്ട വ്യത്യാസം, പ്രിയമുള്ളവരെ, അത് ഞാൻ വിനീതൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇവിടെ തുടക്കം മുതലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വളരെ കുറഞ്ഞ ചില പ്രോഗ്രാമുകൾ മാത്രമാണ് സമാപന സമയത്ത് പങ്കെടുക്കാൻ പറഞ്ഞത്. നമ്മുടെ ഷാബ് സാഹിബ് പറഞ്ഞ് കുറച്ച് നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് കുറച്ച് ലേറ്റായിപ്പോയി. എങ്കിലും ഇവിടെ കണ്ട ഒരു കാഴ്ച, മാഷാ അല്ലാഹ്, ഈ അൽ ഹിദായ മദ്രസയുടെ സംഘാടകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട ഉസ്താദുമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ ആവേശം, എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള അവരുടെ പരിശ്രമം കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് കുളിർന്നു പോയി. കണ്ണിന് വല്ലാതെ സന്തോഷം, മനസ്സിന് വല്ലാതെ സന്തോഷം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷവും ഇതേ സദസ്സിൽ വിനീതം പങ്കെടുത്തിരുന്നു. അതിനേക്കാൾ ആവേശം മാഷാ അല്ലാഹ് ഈ വർഷം കാണുകയുണ്ട്. കുട്ടികൾ വീണ്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അൽ ഹിദായ മദ്രസയിൽ ഈ വർഷം അവരുടെ കുട്ടികളുടെ അളവ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. വിനീതം നേരിട്ട് കണ്ട പരിപാടികൾ, മക്കളുടെ ഓരോരുത്തരുടെയും ഓരോ ടീമിൻ്റെയും പരിപാടികൾ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ ഷഹീദ് സാഹിബ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒന്ന് നല്ല റാഹത്തായിട്ട് മക്കൾക്കൊരു കയ്യടി കൊടുക്കുക എല്ലാവരും, ഇൻഷാ അല്ലാഹ്. വളരെ ഗംഭീരമായ പരിപാടി. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു പ്രഭാഷകർ, പ്രത്യേകിച്ച് ഇത്തരം വേദികളിൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, നമ്മുടെ മക്കൾ ഈ ഉമ്മത്തിൻ്റെ പ്രതീക്ഷയാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. വിനീതനും അത് തന്നെ പറയാണ്, ഈ മക്കൾ നമ്മുടെ ഉമ്മത്തിൻ്റെ പ്രതീക്ഷയാണ്. എപ്പോഴാണ് പ്രതീക്ഷയാകുന്ന? ആ പ്രതീക്ഷയുടെ ശില്പികളാണ് ഈ അൽ ഹിദായ മദ്രസയുടെ ഉസ്താദുമാർ. രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയുടെ കാവൽ ഭടന്മാരും സംരക്ഷകരുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്രസ സംവിധാനം, ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ മദ്രസ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായ നിലയിലും സിസ്റ്റമാറ്റിക്കലായിട്ട് നടക്കുന്നത് കേരളത്തിലാണ്. മറ്റ് സ്റ്റേറ്റുകൾ അങ്ങനെ ഇല്ലെന്നല്ല. എന്നാൽ നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ മദ്രസ സംവിധാനം 10 മടങ്ങ് ശക്തമായ നിലയിൽ നടത്തേണ്ട ഒരു സ്ഥലമാണ് നമ്മളൊക്കെ അറബി രാജ്യമെന്ന് പറയുന്ന നമ്മുടെ ഈ കുവൈത്തിലെ മണ്ണ്. അറബി രാജ്യമല്ലേ, ഇസ്ലാമിക രാജ്യമല്ലേ? പക്ഷേ വിനീതൻ പറയുകയാണ്, മനസ്സ് തുറന്ന് നിങ്ങളോട് പറയുകയാണ്, ഞാനിവിടെ കുവൈത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എത്രത്തോളം സ്കൂളുകളിൽ കുട്ടികളുടെ അവരുടെ ഈമാനികമായി അവരെ ശാക്തീകരിക്കുന്നതിലും പരിശുദ്ധമായ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ, സുന്നത്തിൻ്റെ, ഖുർആനിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അവരെ ഇസ്ലാമിക തർബിയത്തിൽ ആ മക്കൾ വളർത്തുന്നതിലും അതിലൊക്കെ ഒരുപാട് പോരായ്മകളും ഒരുപാട് വിഷമങ്ങളും നമ്മൾ നേരിട്ട് കാണുക. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മദ്രസ സംവിധാനം അതിശക്തമായ നിലയിൽ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകൽ ആവശ്യമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കുഞ്ഞുങ്ങളെ ഈമാനികമായ നിലയിൽ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ, നാട്ടിൽ അറിയാം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളുടെ മക്കളുടെ മൂല്യങ്ങൾ ഈ തലമുറയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ അശ്ലീല സംസ്കാരങ്ങൾ നമ്മുടെ മക്കളിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈമാനികമായ നിലയിൽ അതുപോലെ തന്നെ സുന്നത്തുകളിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കൾ ഓരോ ദിവസവും അനുദിനം ഇതിൽ നിന്നും
വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈമാനികമായ നിലയിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തുന്നതിനും ഇസ്ലാമികമായ നിലയിൽ ഹാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അവർ നെഞ്ചിലേറ്റി വളരെ ആവേശത്തോടു കൂടി എവിടെയും സത്യം തുറന്നു പറയുന്ന മക്കളായി അവരെ വളർത്തണമെങ്കിൽ ഈ മദ്രസ സംവിധാനം ആവശ്യമാണ്. ഏറ്റവും അവസാനമായി മാഷാ അല്ലാഹ് നമ്മുടെ ഷിഹാബ് സാഹിബിൻ്റെ മോൻ യാസീൻ അല്ലേ, യാസീൻ എന്നല്ലേ മോൻ്റെ പേര്, യാസീൻ ക്യാപ്റ്റനായിക്കൊണ്ട് നടന്ന ആ ഒരു പ്രോഗ്രാം, ആ ഒരു ഡ്രാമ നാടകം വളരെ ഗംഭീരമായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥകൾ, നമ്മൾ ലൈവായി കാണുന്ന അവസ്ഥകൾ, അതിൻ്റെ നേർക്കാഴ്ചയെ വരച്ച് കാണിക്കുന്ന അതിമനോഹരമായൊരു പ്രോഗ്രാമാണ് നടന്നത്. അതുപോലെ തന്നെ എല്ലാ പരിപാടികളും അല്ലാഹു തആല നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദുല്ലാഹി അലൽ ജമാഅ, യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം ടീം വർക്കിലൂടെയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ടീം വർക്കിൽ ഇൻഷാ അല്ലാഹ് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. പരിശുദ്ധമായ ദീനിൻ്റെ കാവൽ ഭടന്മാരായി നമുക്കവരെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിൽ ഒരുമിച്ച് ചേർന്ന് ഒറ്റ ടീമായി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ പരിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അൽ ഹിദായ മദ്രസ കുവൈത്തിലെ എല്ലാ മദ്രസകൾക്കും ഒരു മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ഇതിൻ്റെ സംഘാടകർ, ഉസ്താദുമാർ, രക്ഷകർത്താക്കൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമം ഉരുവിട്ടുകൊണ്ട് ഈ യോഗം, ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ഹിദായ മദ്രസയുടെ പ്രസിഡന്റ് ഹാരിസ് മൗലവിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ കുറവാണ്. നേരത്തെ നിർത്തണമെന്ന് പല പ്രാവശ്യങ്ങളായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ പേരിൽ നമ്മുടെ മദ്രസ എന്താണ് എന്നുള്ളതും മദ്രസയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും എന്താകണം എന്നുള്ളതും അതിന് നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതും മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവം അള്ളാഹു വിവരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ പരിപാടി അവസാനിച്ച ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അവസാനിപ്പിച്ച ആ സ്ഥലത്തിൽ നിന്നും രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേലികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷകനായി കൊണ്ടുവന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു തരത്തിലും അനുകൂലമായൊരു സാഹചര്യവും അവിടെ ഇല്ല. ഭയപ്പെട്ടിട്ട് കാണുന്ന ആൺകുട്ടികളെയെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവായ ഫിറഔൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ വിധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം നടക്കുന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വളർച്ചയും നടക്കുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയും നമ്മൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവം വലിയൊരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആദ്യമായി തയ്യാറാകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബനു ഇസ്രായേലികളെ അടിച്ചമർത്തപ്പെട്ട, ആരും നോക്കാനില്ലാത്ത ബനു ഇസ്രായേലികളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരികയും
അവർക്ക് ഈ ഭരണം നൽകുകയും ചെയ്യുമെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അവർക്കൊരു പ്രത്യാക്ഷ കൊടുക്കുകയാണ്, ധൈര്യം കൊടുക്കുകയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലൂടെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമിന് ബനൂ ഇസ്രായേലികൾക്ക് രക്ഷപ്പെടുത്താൻ ആദ്യമായി അള്ളാഹു അവരെ പഠിപ്പിച്ചെടുത്തത്, തയ്യാറാക്കിയെടുത്തത് അവരെ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. ആ ഈമാൻ ശരിയാക്കുന്ന പണിയാണ് നമ്മുടെ അൽ ഹിദായ മദ്രസയിലുള്ളത്. നമ്മൾ പരിപാടിയുടെ അവസാനത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ആ സന്ദേശത്തിൽ നിന്നും സന്ദേഹത്തിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ ആ മോചനത്തിന് ആദ്യമായി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് ഈമാനികമായ വശത്തിൽ നിന്നാണ്. അത് നമ്മളെ കുട്ടികളെ സാഹചര്യവും അവസ്ഥയും ലോകത്തിൻ്റെ ക്രമങ്ങളും മനസ്സിലാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ കാലത്തിനനുസരിച്ച് കൊടുക്കുന്ന ഒരു അറിവ് നൽകുന്ന ഒരു ഗേഹമാണ് അൽ ഹിദായ മദ്രസ എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ, അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായീലിനെ രക്ഷിച്ച് ഫിറഔനിനെ നശിപ്പിക്കുന്ന വിഷയത്തിൽ ആ ചരിത്രത്തിൽ ഏറ്റവും വലിയ 2 പങ്ക് വഹിച്ചത് പെണ്ണുങ്ങളാണ്. എനിക്ക് മദ്രസയിലെ കുട്ടികളുടെ ഉമ്മമാരോടാണ് പ്രത്യേകമായി പറയാനുള്ളത്. നിങ്ങൾ ഏതൊരു വിജയത്തിൻ്റെയും ഏറ്റവും വലിയ നാന്ദിയാണ്, തൂണാണ്. അത് നിങ്ങൾ വിസ്മരിക്കരുത്. ഒന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയാണ്, അതൊരു സ്ത്രീയായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പനയെ ജീവിതത്തിൽ പൂർണ്ണമായും അവർ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ആ കൽപ്പന നിറവേറ്റി. 2 ഫിറഔനിൻ്റെ ഭാര്യയാണ്. ഫിറഔനിൻ്റെ അടുക്കലേക്ക് മൂസാ നബിയെ കിട്ടുമ്പോൾ ഫിറഔന് പറയുന്ന ഒരു വാക്കുന്നുണ്ട്. അതിനെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ ഫിറഔനിൻ്റെ ഭാര്യ പറയുക, ലാ തഖ്തുലൂ, അത് നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന മകനാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊന്നു കളയല്ലേ. മൂസാ നബിയെ നിഷ്കരണം ചെയ്യാൻ തയ്യാറായിരുന്നപ്പോൾ അതിനെ മാറ്റിമറിച്ച് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത്, അതിന് ത്യാഗം സഹിച്ചത് അത് ഫിറഔനിൻ്റെ ഭാര്യയാണ്, ആസിയ ബീവിയാണ്. ആ ചരിത്രത്തിൽ, ആ വിപ്ലവത്തിൽ, അടിച്ചമർത്തപ്പെട്ടവരുടെ വിജയത്തിൽ ഏറ്റവും നാന്ദിയായത് ഈ 2 സ്ത്രീകളാണ്. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഉമ്മമാർ, നിങ്ങളുടെ മക്കളെ അതിജീവനത്തിന് വേണ്ടി നമ്മുടെ ശേഷവും ദീനിൻ്റെ നിലനിൽപ്പും ആരുടെ മുമ്പിലും സത്യം പറയാനുള്ള ധൈര്യവും കൊടുക്കാൻ വേണ്ടി വളർത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഹായികളായി മാറേണ്ടത് നിങ്ങളാണ്. 8 വർഷം മുമ്പ് തുടങ്ങിയതായ വെറും 9 വർഷം മുമ്പ് തുടങ്ങുകയും വെറും 8 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതായ ഹിദായ സ്ഥാപനം ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 100-ൽ പരം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. വലിയൊരു സമൂഹത്തെയാണ്, ഓരോ കുട്ടിയും ഓരോ സമൂഹമാണ്, ആ സമൂഹത്തെയാണ് അവിടെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ ആ ഉസ്താദുമാരുടെ ഇതിനു മുമ്പിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകാത്ത ബഹുമാനപ്പെട്ട സമദ് സാഹിബിനെ പോലുള്ള, സക്കരിയ സാഹിബിനെ പോലുള്ള, ഷിഹാബ് സാഹിബിനെ പോലുള്ള ഒരുപാട് വ്യക്തികളുടെ നിസ്വാർത്ഥമായ സേവനം അള്ളാഹു അർഹമായ കൂലി കൊടുക്കട്ടെ. പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയാതിരിക്കൽ നന്ദികേടാകുമെന്നുള്ളത് കൊണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ വിയർപ്പുകളും കഷ്ടപ്പാടുകളും ഈ സമൂഹത്തിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സഹായകമായി നിൽക്കേണ്ട ഓരോ രക്ഷിതാക്കളുടെ കുട്ടികളും ഈ ഒരു ദൗത്യം, ഈ ഒരു സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഓരോ കുട്ടികളിലും അതിൻ്റെതായ അസറുകൾ, അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസർ മാംഗോ ഹൈപ്പർ മാർക്കറ്റ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി PTL പ്രസിഡന്റ് ഷഹീദ് ലബയെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് മുഹമ്മദ് അലി, ഓപ്പറേഷൻ മാനേജർ, മാംഗോ ഹൈപ്പർ മാർക്കറ്റ്. കെലട്രോ മാനേജിംഗ് ഡയറക്ടർ ഇസ്മായിൽ സാഹിബിനെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് മദ്രസ പ്രസിഡന്റ് ആരിസ് മൗലവിയെ ക്ഷണിക്കുന്നു.
ക്രോംപ്ടൺ മൊബൈൽസ് മാനേജിംഗ് ഡയറക്ടർ ജലീൽ സാഹിബിനെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് മൊയ്യുദ്ദീൻ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കുട്ടികളെ നാടകം പരിശീലിപ്പിച്ച അഷറഫ് കാളത്തോട് സാഹിബിന് ഉപഹാരം നൽകുന്നതിന് PTA സെക്രട്ടറി ഷറഫ് അലി സാഹിബിനെ ക്ഷണിക്കുന്നു. കുട്ടികളെ കോൽക്കളി പഠിപ്പിച്ച അബ്ദുറഹ്മാൻ കുരിക്കൾക്ക് ഉപഹാരം നൽകുന്നതിന് മുനീർ മൗലവി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽ ഹിദായ മദ്രസയിൽ പഠിച്ച് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുകയാണ്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടക്കുന്നത്. 7ാം ക്ലാസ്സിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നൽകുന്നതിന് ഷംനാദ് മൗലവിയെയും അത് കുട്ടികൾക്ക് നൽകുന്നതിന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മുനീർ മൗലവിയെയും ക്ഷണിക്കുകയാണ്. 7ാം ക്ലാസ് പാസ്സായ അബൂബക്കർ ഇസാൻ കുട്ടികൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പാസ്സായ കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടതാണ്. അഹമ്മദ് യാസീൻ, അദിനാൻ ഫൈസൽ, സന ഫാത്തിമ, അഞ്ചാം ക്ലാസ് പാസ്സായ കുട്ടികളും സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് വരണം ഇത്രയും പെട്ടെന്ന്. അഞ്ചാം ക്ലാസ് പാസ്സായ ആമിന ഇസ്ന, ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി ആരിസ് മൗലവിയെയും അത് മൊയ്തീൻ ഉസ്താദിനെയും ക്ഷണിക്കുകയാണ്. ആമിന ഇസ്ന, അയാൻ ഷഹീദ് ലബ്ബ, നൈറാജ് ജന്നത്ത്, ഇത്രയും പെട്ടെന്ന് കുട്ടികൾ സ്റ്റേജിലേക്ക് എത്തുക. ഫാസിൽ അജിയാഷ്, യഹിയ മഹറൂഫ്. ഇവിടെ നടന്ന സബ് ജൂനിയർ കിസ് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് ജുസ്ര കുഞ്ഞാലിമരക്കാർ ടീം. 2ാം സമ്മാനം 2 പേർ കരസ്ഥമാക്കിയിരിക്കുന്നു. ഇൻഷ ഇമാദുദ്ദീൻ, സൈനുദ്ദീൻ മക്തൂം, റയാൻ നസീം, സൈനുദ്ദീൻ മക്തൂം. ജൂനിയർ കിസ് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് ഖദീജ അബ്ദുസമദ് കുഞ്ഞാലി മരക്കാർ. 2ാം സമ്മാനം സുമയ്യ ഷഹാബ്, സൈനുദ്ദീൻ മക്തൂം. 2 ഗ്രൂപ്പുകളായി മത്സരം അരങ്ങേറിയ ഈ പരിപാടിയിൽ കുട്ടികളുടെ ഇടയിൽ ആത്മവീര്യം വളർത്തുന്നതിന് വേണ്ടി ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. സൈനുദ്ദീൻ മക്തൂം, കുഞ്ഞാലി മരക്കാർ എന്നീ ടീമുകളാണ് ഇവിടെ മത്സരം മാറ്റുരച്ചത്. 240 പോയിന്റോടുകൂടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്ന സൈനുദ്ദീൻ മക്തൂം. അല്ലാഹു അക്ബർ. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് കുഞ്ഞാലി മരക്കാർ 195 പോയിന്റുമായി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഗസ്റ്റ് മുനീർ മൗലവിയെയും മദ്രസ പ്രിൻസിപ്പാൾ
ഷംനാഥ് മൗലവിയും ആദരവും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മക്തൂം, ഗ്രൂപ്പ് ലീഡർ സന ഫാത്തിമയെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് അംഗങ്ങളെയും ആദരവും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നാം സമ്മാനം 240 പോയിന്റുകളോടെ സൈനുദ്ദീൻ മക്തൂം. അല്ലാഹു അക്ബർ.